ഹലോ ഹായ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്ന കരുതുന്നു. നമ്മൾ കണ്ടിട്ട് ഒരുപാടായില്ലേ. അപ്പം ഇടയ്ക്ക് വെച്ച് നമുക്കൊന്ന് കാണാൻ കഴിഞ്ഞില്ല. കാര്യം നമുക്ക് പരസ്പരം സമ്പർക്കത്തിൽ ഉണ്ടായിരുന്നില്ല. നമ്മൾ കാര്യം എന്താണ്, കോവിഡ് എന്നൊരു മഹാമാരി നമ്മൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷനാണ് അല്ലേ. നമ്മൾ അതിഭയങ്കരമായിട്ട് കോവിഡ് എന്നൊരു കാര്യത്തെ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും അത് ഭയങ്കര ക്രൂഷ്യലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ പീരീഡാണ്. നമ്മളെല്ലാവരും വീട്ടിൽ ഹോം ക്വാറന്റൈനാണ്. നമ്മളെല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് അല്ലേ. എല്ലാവരും ക്വാറന്റൈനിലാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരാൾക്ക് ഇത് വന്നു കഴിഞ്ഞാൽ സ്പ്രെഡ് ചെയ്യാൻ എളുപ്പമാണ്. അതൊരു ഫാമിലിയെ ബാധിക്കും, ഒരു സമൂഹത്തെ ബാധിക്കും. സോ സ്റ്റേ സേഫ്. വീട്ടിൽ തന്നെ ഇരിക്കുക, സേഫായിട്ടിരിക്കുക, സമ്പർക്കം മാക്സിമം ഒഴിവാക്കുക. മാസ്കുകൾ അഥവാ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് അപ്പുറം പുറത്ത് പോകണമെങ്കിൽ മാസ്ക് വെച്ച് തന്നെ പോവുക. ഭയങ്കര അപകടകരമായ അവസ്ഥയാണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ എന്തായാലും ഈ ഒരു സിറ്റുവേഷനിൽ സ്ഥാപനമെടുത്ത ഈ ഒരു എഫർട്ടിൽ എനിക്ക് സന്തോഷമുണ്ട്. കാര്യം നമ്മുടെ പ്രധാന അധ്യാപകൻ്റെ കർക്കശമായ നിർദ്ദേശം ഇങ്ങനെയാണ്: എന്ത് സംഭവിച്ചാലും ശരി, എന്ത് സിറ്റുവേഷനായാലും ശരി, നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം മുടക്കം വരാൻ പാടില്ല. കാരണം നാളെ വിദ്യാഭ്യാസം പുനരാരംഭിക്കുമ്പോൾ ഇവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവണം. നമ്മൾ അതിന് ഇപ്പോഴേ തുടക്കം വേണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഇട്ടത്. സോ എന്നെപ്പോലുള്ള ഞാൻ മാത്രമല്ല, എല്ലാ അധ്യാപകരും അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരാണ്. നിങ്ങൾ വേറെയും വീഡിയോസ് കാണുന്നുണ്ടാവും. ഇനി വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾ കാണും. സോ സേഫായിട്ടിരിക്കുക. എന്തായാലും നമ്മുടെ പ്രധാന അധ്യാപകൻ്റെ ആ ഒരു എഫേർട്ട്, ആ ഒരു വാക്കുകൾ, അദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞ ആ വാക്കുകളോട് എനിക്ക് അതിയായ ഐ ആം ഇംപ്രസ്ഡ്. എനിക്ക് നന്ദിയുണ്ട്. ആൻഡ് ഐ ഷുഡ് സേ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ അധ്യാപകരെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണെന്ന് തന്നെ ഞാൻ പറയുന്നു. കാര്യം മീറ്റിങ്ങിൽ എനിക്കത് മനസ്സിലായതാണ്. ഓരോരുത്തരുടെയും സംസാരത്തിന് എനിക്ക് മനസ്സിലായത് നിങ്ങളുടെ സേഫ്റ്റിയിലേക്ക്, നിങ്ങളുടെ വിദ്യാഭ്യാസം മുടങ്ങാൻ പാടില്ല എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ പ്രൈം ടാർഗറ്റ്, ആ സംസാരത്തിലെ പ്രധാന വിഷയം, മെയിൻ അജണ്ട. ഓക്കെ, എനിവേ നമുക്ക് ചാപ്റ്റേഴ്സ് മുമ്പോട്ട് പഠിച്ചു പോകാം. നമ്മൾ 8 പഠിച്ചു, അടുത്ത 9 നെക്സ്റ്റ് ലെവലാണ്. അടുത്ത നമ്മൾ പോകണം 10 ഇപ്പോഴേ നമ്മൾ പഠിച്ച് മിടുക്കരായ മാത്രമേ 10 പോകാൻ നമുക്ക് കഴിയത്തുള്ളൂ. സോ അതുകൊണ്ട് പറയുന്ന കാര്യം ശ്രദ്ധിച്ചിരിക്കുക. പാരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവർ നോട്ടുകൾ എഴുതിയെടുക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഇത് വീഡിയോ സേവ് ചെയ്തിട്ടാൽ പോരാ, ഈ പറയുന്ന ഇതിൻ്റെ നോട്ട്സ് കൂടെ ആയിരിക്കും. അതിൻ്റെ നോട്ട്സ് എല്ലാം തന്നെ പക്വമായിട്ട് നോട്ടിൽ എഴുതിയിരിക്കണം. അതിൻ്റെ മീനിങ്സും എഴുതിയെടുക്കണം. ഞാൻ ചെക്ക് ചെയ്യുന്നതായിരിക്കും ഓരോ നോട്ടും. ഓക്കെ, ഇല്ലെങ്കിൽ നല്ല അടിയും കിട്ടും. ഓക്കെ, എനിവേ നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം. ദ റേസ്, ദ മത്സരം എന്നാണ് ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. അതായത് അറ്റ് ദ എൻഡ് ഓഫ് എ ഗെയിം, ടെക്സ്റ്റ് നോക്കിയിരിക്കണം. ഓക്കെ, ടെക്സ്റ്റ് നോക്കിയിരിക്കണം. വേറെ അങ്ങ് ശ്രദ്ധിക്കരുത്. പഠിക്കുന്ന കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. കളിക്കാൻ ആവശ്യം പോലെ സമയമുണ്ട്. പുറത്ത് പോയെന്നും ദൂരെ പോയെന്നും കൂട്ടുകാരോടെ കളിക്കാൻ നിൽക്കരുത്. അവരടുത്ത് വേറെ ഒന്നും വേണ്ട. സോ അധികം വാട്സാപ്പ് ഒന്നും കുത്തണ്ട, ഫേസ്ബുക്ക് ഒന്നും കുത്തണ്ട, ഒന്നും ചെയ്യേണ്ട. കാര്യം അധികം നിങ്ങൾ സ്ഥിരമായിട്ടിരുന്നാൽ കണ്ണിനെ ബാധിക്കുന്നൊരു വിഷയം തന്നെയാണത്. അങ്ങനെ കുറേ ഇഷ്യൂസ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ സ്ഥിരമായിട്ട് മൊബൈൽ നേരം വെളുത്തെടുന്നവരെ മൊബൈൽ ഗെയിം കളിച്ച് നോക്കിക്കൊണ്ടിരുന്ന കണ്ണിന് ഇഷ്യൂ ഉണ്ടാകുന്ന ഒരവസ്ഥ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടറാണ്. പുള്ളി തന്നെ ഇടയ്ക്ക് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞാണ് കുറേ ഇഷ്യൂസ് ഇങ്ങനെ വരുന്നുണ്ട്, കേസുകൾ വരുന്നുണ്ട്. സോ സ്റ്റേ സേഫ്. ഓക്കെ, ഇപ്പോൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ നോക്കിയിരിക്കണം. തരുൺ വാസ് എ മീഡിയോക്കർ സ്റ്റുഡൻറ്റ്. തരുൺ അങ്ങനെയുള്ള കുട്ടിയാണ്. ഒരു മീഡിയോക്കർ എന്ന് വെച്ചാൽ മികച്ചവനല്ല, ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ് അല്ലേ. നമുക്ക് ഭയങ്കര മിടുക്കനെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഏറ്റവും താഴെയുമല്ല, ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ്. ഹിസ് ഗ്രേഡ്സ് കുഡ് ബെയർലി സാറ്റിസ്ഫൈ ഹിസ് പാരൻസ്. അവൻ്റെ ഗ്രേഡ്സ്, അവൻ്റെ മാർക്കുകൾ എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, അവൻ്റെ പാരൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞില്ലെന്ന് പറയാൻ കാര്യം അവിടെ ബെയർലി എന്നൊരു വാക്കടപ്പുണ്ട്. ഇറ്റ് വാസ് നെഗറ്റീവാണ്. അത് നെഗറ്റീവ് സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് ബെയർലി എന്ന് പറയുന്നത്. അപ്പം ഹിസ് ഗ്രേഡ്സ് കുഡ് ബെയർലി സാറ്റിസ്ഫൈ പാരൻസ് എന്ന് വെച്ചാൽ അവൻ്റെ പാരൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ അവൻ്റെ മാർക്കുകൾക്ക് കഴിഞ്ഞില്ല. ആൻഡ് ഹി വാസ് നോട്ട് എ ഗുഡ് സിംഗർ. തരുണെ പറ്റി പറയുകയാണെങ്കിൽ തരുൺ നല്ലൊരു സിംഗർ അല്ല, ഡാൻസർ അല്ല, ഒരു പെയിൻറ്റർ അല്ല, ഓർ ഈവൻ ഒരു ആക്ടർ പോലും അല്ല. അവൻ ഒന്നും താല്പര്യമില്ലാത്തൊരു പയ്യൻ. He always thought of himself as the black sheep of the family. അവൻ എപ്പോഴും അവനെപ്പറ്റി ചിന്തിച്ചിരുന്നത് എന്താണ്, ഒരു ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി. മുറ്റത്ത് കിട്ടിയിരിക്കുന്ന കറുത്ത ആടെന്നല്ല അതിനർത്ഥം. ബ്ലാക്ക് ഷീപ്പ് എന്ന് പറഞ്ഞാൽ ഉപയോഗശൂന്യൻ, ഗുഡ് ഫോർ നത്തിങ് ഫെല്ലോ എന്നാണ്. അവനെപ്പറ്റി തന്നെ ചിന്തിച്ചിരുന്നത്. അവനെപ്പറ്റി ഒരു ഉപയോഗമില്ല, അവനൊരു ഒന്നിനും കൊള്ളാത്ത ഒരുത്തനെന്നാണ് ചിന്തിച്ചിരുന്നത് കുടുംബത്തിൽ. ഹിസ് എൽഡർ ബ്രദർ ഹു വാസ് പർസ്യൂയിങ് എ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്. അവൻ്റെ പക്ഷേ മൂത്ത സഹോദരൻ എന്ത് ചെയ്യാണ്, ഹിസ് പർസ്യൂ മീൻസ് ചെയ്തുകൊണ്ട്, ടു ഫോളോ എന്നാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും. പർസ്യൂയിങ് ഈ കോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹിസ് എൽഡർ ബ്രദർ ഹു വാസ് പർസ്യൂയിങ് എ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ്. എന്തിനാണ് ചെയ്യുന്നത്, എഞ്ചിനീയറിംഗ് ആണ് ചെയ്യുന്നത്. ഫ്രം എ റെപ്യൂട്ട് കോളേജ്, അത് ഏറ്റവും പ്രശസ്തമായ അല്ലേ, നല്ല പേര് കേട്ട ഒരു കോളേജിലാണ് അവൻ്റെ മൂത്ത സഹോദരൻ എന്ത് ചെയ്ത് എഞ്ചിനീയറിംഗ് പഠിക്കുന്നത്. എഞ്ചിനീയറിംഗ് ഫ്രം എ റെപ്യൂട്ടഡ് കോളേജ്. ഓൾവേസ് മെയ്ഡ് ദ ഫാമിലി പ്രൗഡ്. എന്ത് ചെയ്യുന്നു, എപ്പോഴും അവൻ്റെ കുടുംബത്തിന് എപ്പോഴും അഭിമാനമായിരുന്നു. എല്ലാവർക്കും കുടുംബത്തിൽ അവനൊരു അഭിമാനമാണ്. കാര്യം അവൻ്റെ മൂത്ത സഹോദരൻ പഠിക്കുന്നത് എഞ്ചിനീയറിംഗിനാണ്. അപ്പോൾ കുടുംബത്തിൽ എല്ലാവർക്കും സന്തോഷമാണ്, നല്ലോണം എൻ്റെ മോൻ പഠിക്കുന്നുള്ളത് ആലോചിച്ചിട്ട്. അപ്പോൾ ആ കുടുംബത്തിൽ എന്താണ്, അവൻ പ്രൗഡാണ്, മീൻസ് ആ കുടുംബത്തിന് അഭിമാനമാണ് ഇവൻ എന്ന് പറയുന്നത്.
ബട്ട് തരുൺ വാസ് നെവർ ഗുഡ് അറ്റ് എനിത്തിങ് അറ്റ് ഓൾ. പക്ഷെ തരുൺ അങ്ങനെയാണോ? അവൻ ഒന്നിലും താല്പര്യമില്ലാത്തൊരുത്തരാണ്. ബട്ട് തരുൺ വാസ് നെവർ ഗുഡ് അറ്റ് എനിത്തിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം പഠിക്കുന്ന കാര്യത്തിലും ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊന്നും തരുൺ ഒന്നിനും താല്പര്യമില്ലാത്തൊരാളാണ് എന്ന് പറയുന്നു ഫസ്റ്റ് പാരഗ്രാഫ്. ഇനി രണ്ടാമത്തെ പാരഗ്രാഫ്. However, he was blessed with the strength of a great athlete. പക്ഷേ എന്തായാലും തരുൺ എങ്ങനെയുള്ള ഇതിലൊന്നും താല്പര്യമില്ലെങ്കിലും തരുൺ ഒരു നല്ല അത്ലീറ്റാണ്, നല്ലൊരു കായികാഭ്യാസിയാണ് അല്ലേ. ഹി വാസ് എക്സലന്റ് റണ്ണർ. അവൻ നല്ലൊരു ഓട്ടക്കാരാണ്. എന്ന് വെച്ചാൽ പട്ടിയടിക്കുമ്പോൾ ഓടുന്നല്ല പറഞ്ഞത്, അവൻ ഓട്ടക്കാരൻ എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം നമ്മൾ അത്ലറ്റ് വിഭാഗത്തിൽ അല്ലേ, അത്ലറ്റിസം ആ വിഭാഗത്തിൽപ്പെട്ട ഒന്നാണ് ഓട്ടം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, റേസ്. അപ്പോൾ ഓട്ടം കിട്ടില്ല. അപ്പോൾ ഓടാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഓടി ജയിക്കാൻ, മത്സരം ജയിക്കാൻ അവന് ഇഷ്ടമാണ്. അവന് മനസ്സവനുണ്ട്. പലർക്കും പല കാര്യങ്ങളിലാണ് താല്പര്യമല്ലേ. ചിലർക്ക് പാട്ട് പാടുന്നതിലായിരിക്കും, ചിലർക്ക് ഈ പറഞ്ഞ നടക്കുന്ന അഭിനയിക്കുന്നതിലായിരിക്കും, ടിക്ടോക്ക് ചെയ്യുന്നതിലായിരിക്കും, ചിലർ അതുപോലെ തന്നെ ഇവിടെ എന്താണ്, ഇവന് ഓട്ടമാണ് ഇഷ്ടം, ഓടുന്നതാണ് ഇഷ്ടം. ഹി വുഡ് റൺ ഫോർ അവേഴ്സ്, മണിക്കൂറുകളോളം ഓടും. ബി ഡേ ഓർ നൈറ്റ്, അതിപ്പോൾ ഡേ ആയിക്കോട്ടെ നൈറ്റ് ആയിക്കോട്ടെ, പകലായിക്കോട്ടെ രാത്രി ആയിക്കോട്ടെ. വെനെവർ ഹി ഫെൽറ്റ് സാഡ് ആൻഡ് ലോൺലി, എപ്പോഴൊക്കെ അവന് വിഷമം ഉണ്ടാകുന്നു, ഫെൽറ്റ് സാഡ് ഓർ ലോൺലി, അവൻ ഒറ്റയ്ക്കാവുന്നു, ലോൺലി ഒറ്റയ്ക്കാവുന്ന സന്തോഷങ്ങളിൽ അവൻ എന്ത് ചെയ്യാറുണ്ട്, ഈ എക്സോസ്റ്റഡ് ഹിംസെൽഫ്, എക്സോസ്റ്റ് ക്ഷീണിക്കുക എന്നാണ് അല്ലേ. എക്സോസ്റ്റ് മീൻസ് നമ്മൾ ശ്വാസം പിടിക്കും, ഓടുപാട് എന്ത് പറ്റി നമ്മൾ ആയിക്കും, ക്ഷീണിക്കും അല്ലേ. അപ്പം ഹി എക്സോസ്റ്റ് ഹിംസെൽഫ് ബൈ റണ്ണിങ്. അപ്പം എന്ത് ചെയ്യാണ്, വെനെവർ ഹി ഫെൽറ്റ് സാഡ് ആൻഡ് ലോൺലി, എപ്പോഴൊക്കെ അവൻ ഒറ്റയ്ക്കാവുന്നു ഇല്ലെങ്കിൽ അവന് വിഷമം ഉണ്ടാവുന്ന അവൻ എന്ത് ചെയ്യാറുണ്ട്, ഒരുപാട് ദൂരം അവൻ ഓടാറുണ്ട്. അപ്പം അതന്നെ അവനൊരു ആശ്വാസമാണ്, അവൻ ഓടി തളരാറുണ്ട്, അവനൊരു ആശ്വാസം, അത്രയേ ഉള്ളൂ. ഡസ് റിലീസിങ് ഓൾ ഹിസ് പെൻഡപ്പ് ഇമോഷൻസ്, അങ്ങനെയാണ് അവൻ അവൻ്റെ പെൻഡപ്പ് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, മനസ്സിൻ്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന അവൻ്റെ വിഷമങ്ങളെ, പെൻഡപ്പ് ഇമോഷൻസ്, മനസ്സിനുള്ളിൽ കെട്ടി നിൽക്കുന്ന വിഷമങ്ങളെ അവൻ ഒഴിവാക്കുന്നത് അങ്ങനെയാണ്, ഒരുപാട് ദൂരം ഓടിയിട്ടാണ്. അറ്റ് ടൈംസ്, ചില സമയങ്ങളിൽ ഹി വുഡ് മിസ് ഹിസ് സ്കൂൾ ബസ്, പല സമയങ്ങളിലും അവൻ അവൻ്റെ സ്കൂൾ ബസ് മിസ് ചെയ്യാറുണ്ട്. അപ്പോൾ അവൻ എന്ത് ചെയ്യും, ആൻഡ് വുഡ് ദെൻ റൺ ടു സ്കൂൾ, അവനോട് സ്കൂളിൽ നിന്ന് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. വിച്ച് വാസ് 5 മൈൽസ് അവേ ഫ്രം ഹിസ് ഹോം. എന്ന് ആലോചിക്കുക, എന്തുമാത്രം ദൂരം ഓടുന്നുണ്ട്. 5 മൈൽ ദൂരം അവൻ സ്കൂളിലോട്ട് ഓടിയാണ് പോകുന്നത്. 5 മൈൽ ദൂരെയാണ് ഈ സ്കൂളുള്ളത്. അപ്പോൾ സ്കൂൾ ബസ് മിസ്സാണ്, എന്ത് ചെയ്യും, അവൻ ഓടിയാണ് അവിടെ നിന്ന് പോകാറുള്ളത്. ഹി ജസ്റ്റ് ഹാഡ് വൺ ഡ്രീം, അപ്പോൾ അവൻ ഒറ്റ സ്വപ്നമേ ലൈഫിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ്, നല്ലൊരു ടിക്ടോക്കർ ആകുക എന്നുള്ളതാണോ? അല്ല, പലർക്കും അതൊക്കെയാണല്ലോ ഇപ്പോൾ നേരം വിളത്തേട്ടെന്ന് വരെ വെറുതെ ഇരിക്കുകയല്ലയോ. എന്തായാലും നമ്മൾ അതുപോലെയൊന്നും അല്ല തരുണിലൂടെ. തരുൺ എന്താണ്, ഹി ജസ്റ്റ് ഹാഡ് വൺ ഡ്രീം, അവൻ ഒരേ ഒരു സ്വപ്നം മാത്രമാണ് ഉണ്ടായിരുന്നത്, ടു ബിക്കം ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ റണ്ണർ ആകുക എന്നുള്ളതാണ്, ഏറ്റവും മികച്ച ഒരു റണ്ണർ ആകുക എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ ഡ്രീം. അപ്പോൾ തരുണിൻ്റെ ഡ്രീം എന്താണ്, ടു ബിക്കം ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ്. തരുൺ ഡിഡ് നോട്ട് നോ ഹൗ ടു അച്ചീവ് ദിസ് ഡ്രീം. അപ്പോൾ തരുണിന് അറിയില്ല എങ്ങനെ ഈ ഡ്രീം അച്ചീവ് ചെയ്യണം, നേടിയെടുക്കണം എന്നുള്ളത് തരുണിന് അറിയില്ല. ഓൺ ദ വൺ ഹാൻഡ് ഹിസ് പാരൻസ് ഹേറ്റഡ് ഹിസ് റണ്ണിങ്. ഓൺ ദ വൺ ഹാൻഡ് എന്ന് വെച്ചാൽ ഒരു കയ്യിലെന്നല്ല ഇവിടെ പറയുന്ന അർത്ഥം ഇങ്ങനെയാണ്. ഒരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഹിസ് പാരൻസ് ഹേറ്റഡ് ഹിസ് റണ്ണിങ്, അവൻ്റെ പാരൻസിന് അവൻ്റെ ഈ ഓട്ടം ഇഷ്ടമല്ല, അവർ ഹേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അവന് വേറെ ഒന്നും താല്പര്യമില്ല, ചുമ്മാ ഓടുക, അവർക്ക് ഇഷ്ടമല്ല. ആൻഡ് വാണ്ടഡ് ഹിം ടു കോൺസെൻട്രേറ്റ് മോർ ഓൺ ഹിസ് സ്റ്റഡീസ്. അവർക്ക് ആവശ്യം എന്താണ്, അവൻ കൂടുതൽ എന്തിൽ ശ്രദ്ധിക്കണം, അവൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങൾ അവൻ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് പറയുന്നു. വിച്ച് ഹി നെവർ ഡിഡ്, എന്നാൽ അങ്ങനെ ഒരു കാര്യം ഒരിക്കലും ചെയ്യാറും ഇല്ല. ഓൺ ദ അതർ ഹാൻഡ്, നേരത്തെ പറഞ്ഞു ഓൺ ഹാൻഡ് എന്ന് പറഞ്ഞു, ഓർമ്മയുണ്ടോ? നമ്മളെ ഓൺ ദ വൺ ഹാൻഡ് എന്ന് പറഞ്ഞു ഓർമ്മയുണ്ടോ? ഒരു രീതിയിൽ ചിന്തിച്ചാൽ എന്നാണ് അതിനർത്ഥം. ഇവിടെ പറയുന്നു ഓൺ ദ അതർ ഹാൻഡ്, മറ്റേ കയ്യിൽ എന്നല്ല. അതിനർത്ഥം എന്താണ്, നേരെ മറിച്ച് ഹി ബിലോങ് ടു എ മിഡിൽ ക്ലാസ് ഫാമിലി. അപ്പോൾ അവനൊരു മിഡിൽ ക്ലാസ് ഫാമിലി, നമ്മളെല്ലാവരും അങ്ങനെയല്ലേ അല്ലേ, നമ്മൾ പോർഷ് ഫാമിലി പെട്ടവരല്ല, നമ്മൾ സാധാരണക്കാരാണ്. മിഡിൽ ക്ലാസ് ഒരു എന്താണ്, വളരെ ഈ തരുണിനെ പറ്റി പറയണമെങ്കിൽ അവൻ സാധാരണ മിഡിൽ ക്ലാസ്, നമ്മളെല്ലാവരെയും പോലെ ഒരു സാധാരണ ലെവലിൽ ജീവിക്കുന്ന മനുഷ്യനാണ്. മിഡിൽ ക്ലാസ് ഫാമിലിയാണ് അവൻ്റെത്. ഇടത്തരം ഫാമിലി നമ്മൾ പറയത്തില്ല, അത് തന്നെയാണ്. ആൻഡ് തരുൺ ന്യൂ ദാറ്റ് ടു അച്ചീവ് ഹിസ് ഡ്രീം. പക്ഷെ തരുണിന് അറിയാമായിരുന്നു അവൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യണമെങ്കിൽ, നേടണമെങ്കിൽ ഹി നീഡഡ് ആൻ ഇൻറ്റൻസീവ് ട്രെയിനിങ്. അവൻ എന്തിനാ ഇൻറ്റൻസീവ്, അതികഠിനമായ ട്രെയിനിങ് അവൻ ആവശ്യമാണ്. എന്ത് ചെയ്യണമെങ്കിലും, പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങണമെങ്കിൽ കൂടി നല്ല ട്രെയിനിങ്, നമ്മൾ നല്ലോണം പഠിച്ചാൽ മാത്രമേ മാർക്ക് കിട്ടൂ. ചുമ്മാ ഇരുന്ന് ഹാളിൽ പോയിരുന്ന ഈ പേനയും വെച്ച് കുത്തിക്കൊണ്ടിരുന്ന മാർക്ക് കിട്ടില്ല. നമ്മൾ നല്ലോണം പഠിച്ച് ട്രെയിൻ ചെയ്ത് അത് എഴുതിയാൽ മാത്രമേ എന്ത് കിട്ടും, മാർക്ക് കിട്ടൂ. അതിനൊക്കെ തരുണിന് പറയായിരുന്നു അവൻ്റെ ഈ സ്വപ്നം നിറവേറണമെങ്കിൽ എന്ത് വേണം. തരുൺ ന്യൂ ദാറ്റ് ടു അച്ചീവ് ഹിസ് ഡ്രീം, അവൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യണം, നേടണമെങ്കിൽ ഹി നീഡഡ് ആൻ ഇൻറ്റൻസീവ് ട്രെയിനിങ്. അവൻ എന്ത് വേണം, അതികഠിനമായ ട്രെയിനിങ് വേണം. ഇൻറ്റൻസീവ് കഠിനമായ ട്രെയിനിങ് അവന് വേണം, നല്ല ട്രെയിനിങ് വേണം.
ദ എമൗണ്ട് ഫോർ വിച്ച് വാസ് വെൽ ബിയോണ്ട് ഹിസ് ഫാമിലീസ് റീച്ച്. പക്ഷെ അതിന് വേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് വെൽ ബിയോണ്ട് ഹിസ് ഫാമിലീസ് റീച്ച്, അതായത് അവൻ്റെ ഫാമിലിക്ക് റീച്ച് എത്തിപ്പിടിക്കാവുന്നതിനപ്പുറമാണ് അതിൻ്റെ ചിലവെന്നും അവനറിയാം എന്നുള്ളതാണ്. അപ്പോൾ ഹീ നീഡഡ് ആൻ ഇൻറ്റൻസീവ് ട്രെയിനിങ്, അവന് വേണ്ടത് വളരെ ഇൻറ്റൻസീവായ ട്രെയിനിങ് ആണ്. ദ എമൗണ്ട് ഫോർ വിച്ച് വാസ് വെൽ ബിയോണ്ട് ഹിസ് ഫാമിലീസ്, പക്ഷെ അതിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞത് അവൻ്റെ ഫാമിലിക്ക് എത്തിപ്പിടിക്കാവുന്നതിനും അപ്പുറമാണ്. അതായത് നല്ല ചിലവുള്ളൊരു കാര്യമാണ് ഇങ്ങനെ ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ. ഹി നീഡഡ് ആൻ ഇൻറ്റൻസീവ് ട്രെയിനിങ്. ദ എമൗണ്ട് ഫോർ വിച്ച് വാസ് വെൽ ബിയോണ്ട് ഹിസ് ഫാമിലീസ് റീച്ച്, അത് അവൻ്റെ ഫാമിലിക്ക് കഴിയാവുന്നതിനപ്പുറമാണ്, അവനെ സഹായിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് അതിൻ്റെ പണച്ചെലവെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫാമിലിക്ക് അത് ചെയ്യാൻ കഴിയില്ലെന്ന് അവനറിയാം. When Tarun failed in his terminal examinations, അപ്പോൾ തരുൺ അവൻ്റെ ടേം എക്സാമിനേഷൻസിന് തോറ്റപ്പോൾ, തരുൺ ഫെയിൽഡ് ഇൻ ഹിസ് ടെർമിനൽ എക്സാമിനേഷൻസിന് അവൻ തോറ്റു. ഹിസ് ഫാദർ വാസ് വെരി ആംഗ്രി വിത്ത് ഹിം. അങ്ങനെ തോറ്റപ്പോൾ അവൻ്റെ അച്ഛൻ ഭയങ്കര ദേഷ്യമായിരുന്നു അവനോട്. പിന്നെ ഏതെങ്കിലും അച്ഛൻ കുട്ടി പരീക്ഷയ്ക്ക് തോറ്റിരുമ്പോൾ വെൽ ഡൺ മൈ ബോയ്, നീ നന്നായിരിക്കട്ടെ, ഇങ്ങനെ കീപ്പ് ഇറ്റ് അപ്പ് എന്ന് പറയോ? ഇല്ല. അവർ പറയുന്നതാണ് ദേഷ്യപ്പെടും. അച്ഛന്മാരെ സ്വാഭാവികമായിട്ട് കുരുത്തക്കേട് കാണിച്ച് ദേഷ്യപ്പെടും അല്ലേ? അച്ഛന്മാരുടെ ശിക്ഷണത്തിലാണ് വളരാനുള്ളത് കുട്ടികൾ. ശരിക്കും കർക്കശമായ കാര്യങ്ങൾ വേണ്ടത് നോക്കിയും കണ്ടും ചെയ്യുന്നതാണ് ഒരു അച്ഛൻ്റെ മിടുക്ക് അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു അളവിലുള്ളൊരു മനുഷ്യൻ ഒരിക്കലും മാർക്ക് കുറയുമ്പോൾ കർക്കശമായിട്ട് വഴക്ക് പറയത്തല്ലേ ഉള്ളൂ. അതുപോലെ ഇവിടെ എന്ത് ചെയ്തു? When Tarun failed in the terminal examinations, his father was very angry with him. അച്ഛന് ഭയങ്കര ദേഷ്യം തോന്നി ഇവനോട്. His friends too made fun of him. അവൻ്റെ ഫ്രണ്ട്സ്, അവൻ്റെ സുഹൃത്തുക്കളും എന്ത് ചെയ്തു? മേഡ് ഫൺ ഓഫ് സംബഡി എന്ന് പറഞ്ഞാൽ ആരെയെങ്കിലും കളിയാക്കുക എന്നാണ്. ഇവിടെ മെയ്ഡ് ഫൺ ഓഫ് ഹിം എന്ന് പറഞ്ഞാൽ ഹിസ് ഫ്രണ്ട്സ് ടു, അവൻ്റെ അച്ഛൻ വഴക്ക് പറഞ്ഞത് പോട്ടെ, അവൻ്റെ കൂട്ടുകാരും ഫ്രണ്ട്സ് ടു മെയ്ഡ് ഫൺ ഓഫ് ഹിം, അവനെ കളിയാക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. It was a day he wanted to wipe out from his memory. It was a day he wanted to wipe out from his memory. അവൻ്റെ മനസ്സിന്ന് എന്നും മായ്ച്ചു കളയേണ്ടതായ ഒരു ദിവസമായിരുന്നു എന്ന്. അപ്പം ഇറ്റ് വാസ് എ ഡേ ഹി വാണ്ടഡ് ടു വൈപ്പ് ഔട്ട് ഫ്രം ഹിസ് മെമ്മറി എന്ന് പറഞ്ഞാൽ വൈ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? Tarun failed in his terminal examinations. His father was very angry with him. അവൻ്റെ ടെർമിനൽ എക്സാമിനേഷൻ തോറ്റതാണ് കാര്യം. അന്ന് അവൻ്റെ അച്ഛൻ അവനോട് ദേഷ്യപ്പെട്ടു. മാത്രമല്ല ഹിസ് ഫ്രണ്ട്സ് ടു മെയ്ഡ് ഫൺ ഓഫ് ഹിം, അവൻ്റെ കൂട്ടുകാരും മെയ്ഡ് ഫൺ ഓഫ് ഹിം വെച്ച് അവനെ കളിയാക്കി. ഇറ്റ് വാസ് എ ഡേ ഹി വാണ്ട് ടു വൈപ്പ് ഔട്ട് ഫ്രം ഹിസ് മെമ്മറി. അതുകൊണ്ട് തന്നെയാണ് ആ ദിവസം അവനവൻ്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയേണ്ടതെന്ന് നമ്മൾ പറയുന്നു. ആൻഡ് ഹി ടുക്ക് ടു റണ്ണിങ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? നേരത്തെ നമ്മൾ പറഞ്ഞു അവൻ്റെ മനസ്സിലെ വിഷമം എങ്ങനെയാണ് ഇല്ലാണ്ടാക്കുന്നത്? ഒരുപാട് ദൂരം ഓടി. ഇങ്ങനെയും ഒരു വിഷമം, ഒരു ഇൻസൾട്ട് അവൻ ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു? സോ ഹി ടുക്ക് ടു റണ്ണിങ്. അതായത് അവൻ റണ്ണിങ് എടുത്തോണ്ട് പോയെന്നല്ല, അവൻ ഓടാൻ തുടങ്ങി. ടുക്ക് ടു റണ്ണിങ് മീൻസ് അവൻ ഓടി. He ran all around the park. അവൻ ആ പാർക്കിന് ചുറ്റും ഓടി. The sun beat down to check his rage, but nothing could stop Tarun. The sun beat down to check his rage. അവൻ്റെ ഈ വെറി, അവൻ്റെ ഒരു വീര്യം അളക്കാൻ വേണ്ടി സൂര്യൻ എന്ത് ചെയ്തു? ഉജ്ജ്വലമായിട്ട് കത്തി ജ്വലിക്കുകയാണ്. എന്നിട്ട് പോലും but nothing could stop Tarun. പക്ഷെ തരുണിനെ നിർത്താൻ ആർക്കെങ്കിലും സാധിച്ചോ? ഇല്ല. കാര്യം അവൻ്റെ മനസ്സിലെ വെറി അടക്കാണ്ട് അവൻ ഓടുവാണ്. ദ സൺ ബീറ്റ് ഡൗൺ ടു ചെക്ക് ഹിസ് റേജ്. അവൻ്റെ മനസ്സിലെ വെറി അളക്കാൻ എന്നോണം സൂര്യൻ ഇങ്ങനെ കത്തി ജ്വലിക്കുകയാണ്. എന്നിട്ട് പോലും ബട്ട് നത്തിങ് കുഡ് സ്റ്റോപ്പ് തരും. പക്ഷെ തരുണിനെ സ്റ്റോപ്പ് ചെയ്യാൻ ആർക്കും പറ്റില്ല. കാരണം അത്രമാത്രം വിഷമം അവൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത്. ആഫ്റ്റർ അബൌട്ട് ആൻ അവർ, ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഹി വാസ് ഫുള്ളി എക്സോസ്റ്റഡ്. അങ്ങനെ ഓടി അവനെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൻ ഓടി തളർന്നു. ഇല്ലേ? ഭയങ്കരമായിട്ട് അവൻ ഓടിക്കൊണ്ട് തന്നെ തളർന്നു. And his fury having subsided. Fury means അവൻ്റെ മനസ്സിലുള്ള വെറി. സബ്സൈഡ് മീൻസ് ഇല്ലാതെ ഒന്ന് കുറഞ്ഞപ്പോൾ, ശമിച്ചപ്പോൾ. സബ്സൈഡ് മീൻസ് അവിടെ ശമിക്കുക. അവൻ്റെ മനസ്സിൽ ആ വെറി ഇല്ലെങ്കിൽ ആ ഒരു വിഷമം ഒന്ന് ശമിച്ചപ്പോൾ he threw himself on a bench. എന്ന് പറഞ്ഞാൽ അവനെ വലിച്ചു വാരി ബെഞ്ചിലോട്ട് എറിഞ്ഞു എന്നുള്ളതല്ല. അവൻ ഓടി, നമ്മൾ കണ്ടില്ലേ സ്കൂളിൽ നിന്നൊക്കെ ഓടി വന്ന് കയറി നമ്മൾ ഓടിപ്പോയി കസേരയിലെ ബെഞ്ചിലോ സോഫയിലോ പടക്കാൻ വന്നിരിക്കത്തില്ലേ? അതേപോലെ എന്ത് ചെയ്തു? he threw himself on a bench. അവൻ ഓടി വന്ന് ക്ഷീണിച്ചൊരു ബെഞ്ചിൽ ഉറക്കം ഇങ്ങനെ വന്ന് പെട്ടെന്ന് സഡനായിട്ട് വന്ന് ഇരുന്നു. ആൻഡ് സ്റ്റാർട്ടഡ് പാൻറ്റിങ് ഹെവിലി. എന്നിട്ട് പാൻറ് എടുത്തിട്ട് ഒന്നാണോ? അല്ല, പാൻറ്റിങ് ഹെവിലി എന്ന് പറഞ്ഞാൽ കിതച്ചു എന്നാണ്. എന്താണ്? അവൻ കിതച്ചു. വന്നിട്ട് എന്ത് ചെയ്തു? ബെഞ്ച് ആൻഡ് സ്റ്റാർട്ടഡ് പാൻറ്റിങ് ഹെവിലി. ഭയങ്കരമായിട്ട് കിതയ്ക്കാൻ തുടങ്ങി. ഓടിക്കൊണ്ടാണ് കിതയ്ക്കും, സ്വാഭാവികം അല്ലേ? നമ്മൾ മെഷീനൊന്നുമില്ല, മനുഷ്യനാണ്. എക്സോസ്റ്റ് ആകുമ്പോൾ കിതയ്ക്കും. അപ്പം ഹി ത്രൂ ഹിംസെൽഫ് ഓൺ എ ബെഞ്ച്. ഓടി വന്ന് ഇങ്ങനെ ക്ഷീണിച്ച് ബെഞ്ചിൽ വന്നിരുന്നു. ആൻഡ് സ്റ്റാർട്ടഡ് പാൻറ്റിങ് ഹെവിലി. എന്നിട്ട് ഉറക്കാൻ പാൻറ്റ് ചെയ്യാൻ, ഇങ്ങനെ കിതയ്ക്കാൻ തുടങ്ങി. ഇങ്ങനെ ശ്വാസം എടുക്കുകയും വിടുകയും ഇങ്ങനെ ആക്കിയതില്ല, അങ്ങനെ വന്നിരുന്ന് ആക്കാൻ തുടങ്ങി. ഇനി സഡൻലി ഹി ഹിയർഡ് എ വോയിസ് അറ്റ് ഹിസ് എൽബോ. പെട്ടെന്ന് അവനൊരു സൗണ്ട് കേട്ടു എന്നാണ് പറയുന്നത്.
എൽബോ അല്ലേ, നമ്മുടെ ഷോൾഡറിൽ അവിടെ ഇങ്ങനെ സൗണ്ട് കേട്ടു. വാട്ട് ഈസ് ഇറ്റ് സൺ? ചോദ്യം ഇതായിരുന്നു, എന്ത് പറ്റി മോനെ എന്ന് ചോദിച്ചു. എൽബോ അവന്റെ പിറകെ കയ്യിൽ അല്ലെങ്കിൽ അവന്റെ തോളിൽ വന്ന് തട്ടി, പെട്ടെന്ന് ഒരാൾ തട്ടി മീൻസ് ഒരു സൗണ്ട് കേട്ടു. ആ സൗണ്ട് അവൻ പെട്ടെന്ന് ശ്രദ്ധിച്ചു. ആ സൗണ്ട് എന്തായിരുന്നു? വാട്ട് ഈസ് ഇറ്റ് സൺ? മോനെ എന്ത് പറ്റി എന്നുള്ളതാണ് ആ ചോദ്യം. തരുൺ ടേൺ ടു ഹിസ് ലെഫ്റ്റ് ആൻഡ് there sat a man of about 60. തരുൺ ടേൺ ടു ഹിസ് ലെഫ്റ്റ്, അവനെ ഇടതോട്ട് പെട്ടെന്ന് ഇങ്ങനെ നോക്കി. ആൻഡ് there sat a man of about 60, അതായത് 60 വയസ്സുള്ള ഒരു മനുഷ്യൻ അവിടെ നിന്ന് സാറ്റ് കളിക്കുകയായിരുന്നു. എന്താണ്? അല്ല, എന്തായിരുന്നു? തരുൺ ടേൺ ടു ഹിസ് ലെഫ്റ്റ്, ഇടതോട്ട് നോക്കി. അപ്പം there sat a man of about 60, എത്ര 60 വയസ്സുള്ള ഒരാളവിടെ ഇരിക്കുകയാണ്. I failed in 2 subjects, he replied in a ഡിപ്രസ്ഡ് ടോൺ. അതായത് അവൻ എപ്പോഴും പറഞ്ഞെന്താണ്? മോനെ നീ വിഷമിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ പറഞ്ഞ മറുപടി ഇതാണ്, ഐ ഫെയിൽഡ് ഇൻ 2 subjects, ഞാൻ 2 വിഷയത്തിൽ തോറ്റുപോയി കേട്ടോ. ഹി റിപ്ലൈഡ് ഇൻ എ ഡിപ്രസ്ഡ് ടോൺ, ഭയങ്കര വിഷമമുള്ള ഒരു ശബ്ദത്തിലാണ് അവൻ സംസാരിച്ചത്. ദ മാൻ സ്മൈൽഡ് സിമ്പത്തറ്റിക്കൽ ആൻഡ് സെഡ്, ആ മനുഷ്യൻ സിമ്പത്തറ്റിക് വളരെ അനുകമ്പയോടുകൂടി എന്ത് ചെയ്തു? ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്പ് ആൻഡ് ഡൗൺസ് മൈ ബോയ്. എന്ത് പറഞ്ഞു? ജീവിതം എന്ന് പറയുന്നത് അപ്സ് ആൻഡ് ഡൗൺസ്, അതായത് ഉയർച്ച താഴ്ചകൾ ഉള്ളതാണ് ജീവിതം എന്നാര് പറയുന്നു? ഈ മനുഷ്യൻ പറയുന്നു. ബൈ ദ വേ, ഐ ആം രാംനാരായൺ. അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ പേര് രാംനാരായൺ എന്നാണ്. ആൻഡ് യു ആർ വൺ ഓഫ് ദി ബെസ്റ്റ് റണ്ണേഴ്സ് ഐ ഹാവ് എവർ സീൻ. ഒരു കാര്യം പറഞ്ഞോട്ടെ മോനെ, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ബെസ്റ്റ് റണ്ണേഴ്സിലൊന്ന് നീയാണ് എന്ന് പറയുന്ന കാര്യം. ഇവൻ നേരത്തെ ഓടിയത് ആര് കണ്ടിട്ട് നിൽക്കുകയായിരുന്നു തോന്നുന്നു? ഈ രാംനാരായൺ കണ്ടിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അത് കണ്ടുകൊണ്ടാവാം ഇദ്ദേഹം പറയുന്നുണ്ട്. എന്ത് പറയുന്നു? മോനെ പരിചയപ്പെടുത്തുന്നു, ഐ ആം രാംനാരായൺ ആൻഡ് യു ആർ വൺ ഓഫ് ദ ബെസ്റ്റ് റണ്ണേഴ്സ് ഐ ഹാവ് എവർ സീൻ. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല റണ്ണേഴ്സിൽ ഒരാൾ നിങ്ങളാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ പേര് അവൻ ഇവിടെ കേട്ടുള്ളത് പോലെ അവൻ ചോദിക്കുകയാണ്, രാംനാരായൺ? രാംനാരായണോ? രാംനാരായൺ, ഒരു അതിശയത്തോട് പറയാം, രാംനാരായൺ എന്ന് പറയുന്നു. ആർ യു ദ സെയിം രാംനാരായൺ ഹു വൺ ദ ഒളിമ്പിക് മെഡൽ ഇൻ ദ 400 meter റേസ് ഇൻ 1960 എന്നിട്ട് ചോദിക്കുകയാണ്, 1960 400 മീറ്റർ റേസിൽ ഒളിമ്പിക് മെഡൽ നേടിയ അതേ രാംനാരായൺ തന്നെയാണോ നിങ്ങൾ എന്ന് ചോദിച്ചു. തരുൺ കുഡ് നോട്ട് ഹൈഡ് ഹിസ് എക്സൈറ്റ്മെന്റ്. അവന്റെ എക്സൈറ്റ്മെന്റ്, അവന്റെ അതിശയം, അവന്റെ ആ ഒരു പെട്ടെന്ന് ആളിനെ കണ്ടപ്പോൾ അതിശയം അവനെ ഒളിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. അവൻ പറഞ്ഞു പോയി പെട്ടെന്ന്, അങ്ങനെ അല്ലേ എന്ന് ചോദിച്ചു, അല്ല എക്സൈറ്റഡ് ആയിട്ട് ചോദിച്ചു. യെസ് എന്ന് പറയുന്നു. അപ്പോൾ യെസ് എന്നാൽ ഉത്തരം പറയുന്നു. രാംനാരായൺ പറയുന്നു, പാറ്റ് കെയിം ദ റിപ്ലൈ. അപ്പൊ ഞാൻ തോളി തട്ടിക്കൊണ്ട് പറയുന്നു, പാറ്റയെ പിടിച്ചിട്ടൊന്നുമല്ല, തോളി തട്ടിക്കൊണ്ട് പറയുന്നു, അതേ മോനെ എന്ന് പറയുന്നു. തരുൺ വാസ് ഡാസിൽഡ്. ഇത് കേട്ട് തരുൺ എന്ത് ചെയ്തു? ആകെ ഡാസിൽഡ് ആയിപ്പോയി അല്ലെ. അപ്പം തോൾ തട്ടിക്കൊണ്ട് പുള്ളി പറഞ്ഞു, അതെ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു. തരുൺ വാസ് പാറ്റ് കെയിം ദ റിപ്ലൈ. ഉടനെ തന്നെ മറുപടി പറഞ്ഞു, തട്ടിക്കൊണ്ട് മറുപടി പറഞ്ഞു. എന്ത് പറഞ്ഞു? തരുൺ വാസ് ഡാസിൽ അല്ലെ. അപ്പം തലോടിക്കൊണ്ട് തട്ടിക്കൊണ്ട് അദ്ദേഹം എന്ത് പറഞ്ഞു? അതേ എന്ന് പറഞ്ഞു. യെസ് പാറ്റ് കെയിം ദ റിപ്ലൈ അല്ലെ. അപ്പൊ പറഞ്ഞ ഉടനെ പാറ്റയെ പിടിച്ചിട്ട് കൊടുത്തൊന്നല്ല. പാറ്റ് മീൻസ് തലോടിക്കൊണ്ട് ചെറിയ തട്ടിക്കൊണ്ട് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടു തരുൺ വാസ് ഡാസിൽഡ്. തരുണാകെ അന്തം വിട്ടുപോയി. ഡാസിൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാസിൽ അതിശയിക്കുക എന്നാണ്. ഡാസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിശയിക്കുക. ആകെ അതിശയിച്ചു പോയവൻ. സൺ ഐ ഹാവ് ബീൻ വാച്ചിങ് യു ഫോർ ദ പാസ്റ്റ് 45 minutes. എന്നിട്ട് പറയുന്നു, മോനെ ഞാൻ കഴിഞ്ഞ 45 മിനിറ്റ് ആയിട്ട് നിന്നെ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കണ്ടിന്യൂഡ് രാംനാരായൺ. ഇത് രാംനാരായൺ പറഞ്ഞു തുടരുകയാണ്. ഐ സീ എ ഗുഡ് ഫ്യൂച്ചർ ന്യൂ. എന്നിട്ട് പറയുന്നു, ഞാൻ നിന്നിൽ നല്ലൊരു ഭാവി കാണുന്നുണ്ട് മകനെ എന്ന് ആര് പറയുന്നുണ്ട്? രാംനാരായൺ പറയുന്നു. അപ്പോൾ അവനിങ്ങനെ വിഷമിച്ച് മനസ്സിന്റെ വിഷമത്തിൽ അറിയാമല്ലോ, അവനെ മാർക്ക് കുറഞ്ഞപ്പോൾ അവൻ്റെ അച്ഛൻ അവനെ വഴക്ക് പറഞ്ഞു, കൂട്ടുകാർ കളിയാക്കി. അവൻ്റെ വിഷമം അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത മാച്ചകളാകാത്തൊരു ദിവസമായിരുന്നു അത്. അവൻ്റെ വിഷമം തീർത്ത് എങ്ങനെയാണ്? അവൻ ഓടി അല്ലേ. അങ്ങനെ ഓടി കുറേ ആയപ്പോൾ അവൻ എക്സോസ്റ്റഡ് ആയി. അവൻ ഈ ത്രൂ ഹിംസെൽഫ് ഓൺ എ ബെഞ്ച് അല്ലേ, അങ്ങനെ നമ്മൾ പറഞ്ഞത് ത്രൂ ഹിംസെൽഫ് ഓൺ എ ബെഞ്ച്. അവൻ വേഗത്തിൽ പോയി ഇങ്ങനെ ഒരു ബെഞ്ചിൽ ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് സ്റ്റാർട്ട് പാൻറ്റിങ്. പാൻ മീൻസ് ഇങ്ങനെ ക്ഷീണിച്ച് അയക്കാൻ തുടങ്ങി. ഇങ്ങനെ ദീർഘനിശ്വാസം എടുക്കാൻ തുടങ്ങി. പെട്ടെന്നൊരു വോയിസ് കേട്ടു. പെട്ടെന്ന് ആ വോയിസ് കേട്ടപ്പോൾ അവൻ എന്താണ് സംഭവിച്ചത്? എന്താണ് സഡൻലി ഹി ഹേർഡ് എ വോയിസ് അറ്റ് ഹിസ് എൽബോ. എൽബോ മീൻസ് എന്താണ്? അവൻ്റെ മുട്ടിലെ ബാക്ക് സൈഡിൽ എന്ത് ചെയ്തു? ഒരു സൗണ്ട് കേട്ടു. എൽബോ എന്ന് പറഞ്ഞാൽ മുട്ട് ഭാഗം, ഷോൾഡർ എന്നൊക്കെയാണ്. വാട്ട് ഈസ് ഇറ്റ് സൺ എന്നൊരു സൗണ്ട് അദ്ദേഹം കേട്ടു. തരുൺ കേട്ടു. അപ്പം തരുൺ അവൻ്റെ ഇടത് ഭാഗത്തോട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അവിടെ ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ സിമ്പത്തറ്റിക്കലി അനുകമ്പയോടുകൂടി എന്ത് പറഞ്ഞു? അവൻ ആദ്യം ചോദിച്ചായിരുന്നു അല്ലേ, അവൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവൻ കാര്യം പറഞ്ഞായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ തരുൺ ഇടതോട്ട് നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ നിൽക്കുന്നത് കണ്ടു. തരുൺ അദ്ദേഹത്തിനോട് പറഞ്ഞെന്താണ്? ഐ ഫെയിൽഡ് ഇൻ 2 subjects, 2 വിഷയത്തിൽ ഞാൻ തോറ്റുപോയി. അപ്പം അദ്ദേഹം പറഞ്ഞ എങ്ങനെയാണ്? ഡിപ്രസ്ഡ് ടോൺ, വളരെ വിഷമിച്ചുകൊണ്ടാണ് അവനത് പറയുന്നത്.
ദ മാൻ സ്മൈൽഡ് സിംപത്തറ്റിക്കലി. അനുകമ്പയോടെ അയാളൊന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് മോൻ. ജീവിതം എന്ന് പറഞ്ഞത് ഉയർച്ച താഴ്ചയുള്ള നിങ്ങൾക്കുള്ളൊരു പാഠം കൂടെയാണ്. ജീവിതം എന്ന് പറഞ്ഞത് സന്തോഷവും ദുഃഖവും ഉണ്ടാവും. സന്തോഷമായാലും ദുഃഖമായാലും ഒരേ കണക്ക് ടാക്കിൾ ചെയ്യാൻ, അതിനെ ഒരേ കണക്ക് അതിനെ കൊണ്ടുപോകാൻ, മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അതാണ് ലൈഫ് എന്ന് പറഞ്ഞത്. അതാണ് അദ്ദേഹം പറഞ്ഞ വളരെ വാലിഡ് ഒരു പോയിന്റാണ്. ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് മൈ ബോയ്. ബൈ ദ വേ ഐ ആം രാംനാരായൺ. ഞാൻ രാംനാരായണാണെന്ന് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് യു ആർ വൺ ഓഫ് ദ ബെസ്റ്റ് റണ്ണേഴ്സ് ഐ ഹാവ് എവർ സീൻ. എന്നിട്ട് പറയുന്നു, ഞാൻ കണ്ടറിയിച്ച് ഏറ്റവും ബെസ്റ്റ് റണ്ണേഴ്സ് ഒരാൾ നീയാണ് മോനെ അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവൻ അതിശയം വരുന്നു. രാംനാരായൺ എന്ന പേര് കേട്ടിട്ടുണ്ടല്ലോ എവിടെയോ. അതിശയത്തോട് പറഞ്ഞു, രാംനാരായൺ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ആർ യു ദ സെയിം ഓൾഡ് രാംനാരായൺ ഹൂ വൺ ദ ഒളിമ്പിക് മെഡൽ ഇൻ ദ 400 റേസ് ഇൻ 1960s? 1960 400 മീറ്റർ റേസിൽ ഒളിമ്പിക് മെഡൽ നേടിയ അതേ രാംനാരായൺ തന്നെയാണോ എൻ്റെ മുമ്പ് നിൽക്കുന്നത്? തരുൺ കുഡ് നോട്ട് ഹൈഡ് ഹീസ് എക്സൈറ്റ്മെന്റ്. അവൻ അതിശയം അടക്കി വെക്കാനായില്ല. അവനിങ്ങനെ ഭയങ്കര അതിശയത്തോട് പറയുകയാണ്. യെസ് പാറ്റ് കെയിം ദ റിപ്ലൈ. ചെറുതായിട്ടും തട്ടിക്കൊണ്ട് പറഞ്ഞു, അതേ മോനെ എന്ന് പറഞ്ഞു. തരുൺ വാസ് ഡാസിൽഡ്. അവൻ വിസ്മയിച്ചു പോയി, അതിശയിച്ചു പോയി, വല്ലാണ്ടായി പോയി അല്ലേ. സൺ, ഐ ഹാവ് ബീൻ വാച്ചിങ് യു ഫോർ ദ പാസ്റ്റ് 45 minutes. കഴിഞ്ഞ 45 മിനിറ്റായിട്ട് ഞാൻ നിന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂ രാംനാരായൺ പറഞ്ഞു. ആൻഡ് ഐ സി എ ഗുഡ് ഫ്യൂച്ചർ ന്യൂ. ഞാൻ നിന്നെ എന്ത് കാണുന്നുണ്ട്? നിന്റെ ഒരു ഭാവി ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇത്രയും ഒന്ന് പഠിക്കുന്ന പോർഷൻസ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും മീനിങ്സും ഞാൻ തരും. ഇത് തരുന്ന നോട്ടിൽ എഴുതി എടുക്കണം. ഓക്കെ. സോ പാരൻസ് ശ്രദ്ധിക്കുകയും വേണം. നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഡീറ്റെയിൽഡായിട്ട് ഒന്നുകൂടെ നമ്മൾ പഠിക്കും. അതിന് മുമ്പ് നിങ്ങൾ മിസ്സാവാതിരിക്കാനും കൂടെ പഠിച്ചു പോകാനും ആ സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാനുമാണ് പ്രിക്കോഷണറി മെത്തഡായിട്ട് നമ്മൾ ഈ ക്ലാസ്സുകൾ പോകുന്നത്. പഠിച്ചിരിക്കണം, കൂടെ പഠിച്ചു പോകണം. ഇല്ലെങ്കിൽ അവസാനം എല്ലാം കൂടെ പഠിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലാസ് സ്കൂൾ തുറക്കട്ടെ അന്നേരം പഠിച്ചാൽ പോരെ എന്ന് വിചാരിച്ചു കളയില്ല. ഇപ്പോഴേ പഠിച്ചാൽ അന്നേരം എളുപ്പമായിരിക്കും. ഓക്കെ. സോ നമുക്ക് അടുത്ത തവണ കാണാം. സ്റ്റേ സേഫ്. എപ്പോഴും മാസ്കുകൾ യൂസ് ചെയ്യുക, സമ്പർക്കം മാക്സിമം ഒഴിവാക്കുക, സേഫായിട്ടിരിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കൂടെ ചോദിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജുകൾ ഇടാം. കുഴപ്പമൊന്നുമില്ല. സാറിൻ്റെ അടുത്ത് പറഞ്ഞാൽ സാറ് അതേപോലെ അറിയിക്കും. ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്ത് പോവാം. എന്തുണ്ടെങ്കിലും ചോദിക്കുക. ഓക്കെ. സ്റ്റേ സേഫ്. അടുത്ത തവണ കാണുന്നവരെ ഇറ്റ്സ് ബൈ.